സിംഗിൾ ഫിംഗർ ടെക്നിക്ക്, ഡബിൾ ഫിംഗർ ടെക്നിക്ക്, ഒരു ഫിസ്റ്റ് ടെക്നിക്കൊക്കെ വീട്ടുകാർ കറക്റ്റായിട്ട് കാണിച്ച് കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമുക്കത് അറിഞ്ഞുകൂടാ. നമുക്ക് സാനിറ്റൈസർ ജസ്റ്റ് സ്പ്രേ ചെയ്യണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്നുള്ള കാര്യം നമുക്കറിയാവുള്ളൂ. ഇതുപോലെ വീട്ടുകാർ കറക്റ്റായിട്ട് അമ്മയും അച്ഛനും കൂടെ ഡെമോ എല്ലാം കാണിച്ച് പിള്ളേരെ വളർത്തുന്നത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. അത് അവരുടെ വീട്ടിലെ കാര്യം, അത് കുഴപ്പമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിട്ട് കുഞ്ഞു പിള്ളേർ, ഞാനൊരു കണ്ടന്റിനെ മാത്രം റോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരെ വലിയ അഭിമാനത്തോടെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ ചെയ്ത പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റിനെ വെച്ച് കമന്ററി ഉണ്ടാക്കിയതിനോ റോസ്റ്റ് ചെയ്തതിനോ ഞാൻ ഇവന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എന്താ, അവന്റെ പാവം അമ്മയെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അനാവശ്യമായിട്ട് അശ്ലീലപരമായിട്ടുള്ള ആക്ഷൻസ് എന്നെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കണം? ഞാൻ നിന്നെ എടുത്ത് തോളത്ത് വെക്കണം? എന്തെന്നടേ, ഒരു മര്യാദ കാണിക്ക്. നീ ആ കാണിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു എന്താ ഡർട്ടി രീതിയിലുള്ള ആക്ഷൻ, അതിന് എനിക്ക് ഫീൽ ആയപ്പോഴത്തേക്കും, എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയപ്പോഴത്തേക്കും, എൻ്റെ വൈഫിന് ബുദ്ധിമുട്ട് തോന്നിയപ്പോഴത്തേക്കും ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാണിക്കുന്ന ആക്ടിവിറ്റി അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ല, വേറെ ഒന്നുമായിട്ട് ഞാൻ ഉപമിച്ചില്ല. നീ കാണിച്ചതിനെ കുറിച്ചേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്താണ് കാണിച്ചത് അത് വീട്ടുകാർ പഠിപ്പിച്ചു തന്നെയാന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പൊ എന്തിനാ ഇരുന്ന് കരയണേ? മറ്റേ 14 വയസ്സിൽ വന്നു എന്നിട്ടും ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, നിങ്ങളെ പോലെ പണിയെടുക്കണില്ല, നടുപൊടിയണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ?